ഇന്നലെ കുറച്ച് ചുണ്ടക്കായ് പറിച്ചെടുത്ത് ഇതാട്ടോ. നമ്മൾ ഇപ്രാവശ്യം വടുക ഉണ്ടാക്കിയിട്ടില്ലേനു. ഒന്ന് വടുക ഉണ്ടാക്കേണ്ട സമയത്ത് നമ്മൾ വേറെ പണിത്തിരക്കായിട്ട് അപ്പത്തിന് മഴയൊക്കെ പിടിച്ച് അങ്ങനെ ആയിപ്പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് വടുക നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ വെച്ചൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ തോട്ടം ഇങ്ങനെ കളയൊക്കെ വെട്ടുന്ന സമയത്ത് തോട്ടത്തിൽ കുറെ കള വന്നിട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയിട്ട്. അപ്പൊ കള വെട്ടുന്ന സമയത്ത് ചുണ്ടേല് 2 ചുണ്ടന്മാരുണ്ടായിട്ട് പിന്നെ ചുണ്ട നമ്മളവിടെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിൽ കുഞ്ഞാത്തി ഞാനും പുഴേന്റെ അപ്പുറത്തൊക്കെ പോയിട്ട് ചുണ്ട വറക്കുന്നതിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്താ അറിയില്ല, ഭാഗ്യത്തിന് നമ്മുടെ തോട്ടത്തിൽ 2 തൈ ഉണ്ടായി, അതിൽ കുറച്ച് ചുണ്ടയുണ്ടായി. അപ്പൊ അത് ഇന്നലെ ഞാൻ പൊട്ടിച്ചു വിടുന്നപ്പം കുഞ്ഞോട് തന്നെ നെറ്റിയൊക്കെ കളഞ്ഞ് വെയിലുണ്ടെങ്കിൽ നമുക്ക് വടുക ഉണ്ടാക്കാറിഞ്ഞു. അപ്പൊ ഇന്ന് ചെറിയൊരു വെയിൽ പോലെയൊക്കെ ഉണ്ട്, അതിൽ മഴയില്ല, നല്ല വെളിച്ചം കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് വേഗം ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, വടുക ഉണ്ടാക്കാം. ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ഇതാ വടുകയിൽ മെയിൻ ആയിട്ട് ഇടേണ്ട സാധനമാണ് കാന്താരി മുളക്. അപ്പൊ അത് നമ്മൾ തോട്ടത്തിൽ പോയ സമയത്ത് നല്ല കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഇതാ പഴുത്തു പോയിട്ടുണ്ട്. നല്ല മൂപ്പായതും പഴുത്തായിട്ടുള്ള കാന്താരി മുളകും പറിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ഇതെടുത്തുകൊണ്ടിട്ട് കഴുകിയിട്ട് വരാം. മഴ ചതിച്ചാല് നമുക്ക് എന്ത് ചെയ്യും, അടുപ്പിന്റെ അടുത്തിട്ടെങ്കിലും ഉണക്കിയിട്ട് വടുക സെറ്റാക്കി എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതൽ ചെയ്ത് ഇപ്രാവശ്യം 2 ചെടിയിൽ നിന്ന് കിട്ടിയ ഇതാട്ടോ ചുണ്ടയാണ് ഇത്. നമുക്ക് ആദ്യം ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. അതുപോലത്തെ കേട് വന്നൊക്കെണ്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ ഇങ്ങനെ കാണാം, നല്ല കഴുകിയെടുക്കാം. വലിയ ചെറിയ അതൊക്കെ ഗ്രീൻ പീസിനൊക്കെ ഉള്ളു, ചെറിയ ചുണ്ടൊക്കെ ഉണ്ട് അല്ലേ. രാത്രി കുഞ്ഞോട് നെട്ടി പൊട്ടിച്ചോണ്ട് ആ പണി കഴിഞ്ഞിട്ട് ഇനി സ്പീഡിൽ എടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും വെയിൽ കൊള്ളിച്ചാൽ പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറെ കാലം നമ്മളോട് ചോദിച്ചിരുന്നു പക്ഷെ വടുകൊന്നും ഉണ്ടാക്കിയില്ലേന്ന്. ഇതൊക്കെ സമയത്തിന് ഉണ്ടാക്കണം. അതുകൊണ്ട് തുറമാകം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മഴ പിടിച്ച പോലെ ആയിട്ടോ. നല്ല മഴ പെയ്യേണ്ട സമയമാണ്, ഇപ്പം വെയിലാണ്. റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ അപ്പം വെയിലിറക്കും. ചുണ്ടയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടോ. ഈ ഒരു സമയത്ത് ചുണ്ടയ്ക്ക് ഭയങ്കര ചീച്ചിലുണ്ട്, കുറെ എണ്ണം പോയി. നമ്മൾ വേനലാകുമ്പോൾ അത്ര കുഴപ്പമില്ല, ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അറിയില്ല, കുറെ എണ്ണം ചീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സെറ്റാക്കി എടുത്ത് ഇനി ഇതാ നമ്മളെ കാന്താരി മുളകും അതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മള് പച്ചമുളകിനെക്കാട്ടിയൊക്കെ ഒരു ഭംഗിയല്ലേ കാന്താരി മുളക് കാണാൻ, നോക്ക് എന്ത് രസമാണ്. പിന്നെ ഇതിലൊക്കെ അതിന്റെ കറക്റ്റ് രുചി കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഒറിജിനൽ കാന്താരി മുളക് തന്നെ ചേർക്കണം. പച്ചമുളക് കിട്ടും ചെയ്യാം, പക്ഷെ അതൊന്നും ഇത്ര ഒരു രുചി കിട്ടൂല നമ്മൾ വടുകയൊക്കെ ആയി കഴിയുമ്പോൾ. ഈ 2 സാധനമാണ് നമ്മളെ വടുകയിൽ മെയിനായിട്ട് കിട്ടേണ്ടത്. പിന്നെ അടുത്ത പരിപാടി നമുക്കിത് വേഗം വേവിച്ചെടുക്കലാണ്. സ്പീഡ് പണികളാണ്, മഴക്കാറ് നമ്മോടി ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വടുകയൊക്കെ സെറ്റ് ആക്കുമ്പോഴത്തേക്കും മഴ തുടങ്ങിക്കോളും. വേഗം പോട്ടെ ഞങ്ങളതാ, നല്ല ഡിഷ് പോലെ ഇല്ലേ, ചുണ്ടക്കായും നടുക്ക് കാന്താരിയും. അപ്പൊ നമ്മളിതാ ഈ കുക്കറിലിട്ടാണ് ഇത് വേവിക്കുന്നത്. ചുണ്ടക്കായി ആദ്യം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളെ കാന്താരി മുളക്, അധികം എല്ലാവരും പച്ചമുളക് ഇടുക. അപ്പൊ കാന്താരി മുളക് ആയതുകൊണ്ട് നമ്മളൊരു 2 പിടിയൊക്കെ ഇട്ടാൽ മതി. നല്ല പഴുത്ത മുളകൊക്കെ ആയതുകൊണ്ട് മൂപ്പും പഴുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല എരിവായിരിക്കും. അതാ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, മതി. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി വേഗം വെള്ളം ഒഴിച്ചിട്ടേ, ഓവർ വെള്ളം വേണ്ട, പാകത്തിന് വെള്ളം മതി. ഇനി 2 വിസിൽ വന്നാൽ മതി, അപ്പത്തേക്ക് വെന്ത് കിട്ടും. അപ്പൊ അത് സെറ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത പണിയിട്ട് അത് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ റെഡിയാക്കണം. അപ്പൊ അത് ആദ്യം ഇതാ വലിയ ജീരകം ഇതൊക്കെ പൊടിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ജാറിൽ തന്നെ ഇടുന്നത് കേട്ടോ. 2 സ്പൂണ് വലിയ ജീരകം എടുത്ത്, അതുപോലെ തന്നെ ചെറിയ ജീരകം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം, അല്ലെങ്കിൽ ഇതാ കുറച്ച് കുരുമുളക് പൊടിക്കുന്നേക്ക് ഇത്ര കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നല്ലനി പൊടിച്ചെടുക്കണം. അതിന്റെ കൂടെ തന്നെ അടുത്തതാ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടതാ നല്ല തൊലിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മളെ ചുണ്ട വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് റെഡിയാക്കണം. ഫസ്റ്റ് വിസിൽ ഇതാ വരാനായിട്ടുണ്ട്. നമ്മളെ ചുണ്ടക്കായും കാന്താരിമുളകും ഒക്കെ ഇതാ വെന്തിട്ടുണ്ട്. ഓവർ വേവിക്കരുത്. ഇതന്നെ ഇതാ അങ്ങനെ കണ്ട ഇതിൽ വെള്ളം ഇങ്ങനെ പീച്ചും. അപ്പൊ അതൊന്ന് വലിയണം, ഒന്ന് ചൂടാറും വേണം. അപ്പൊ അത് വലിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചാണ്. നല്ല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വടുക ഉണ്ടാക്കുമ്പോൾ ഉരുട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഉരുട്ട് കറക്റ്റ് കിട്ടൂല. അപ്പം തിരക്കിട്ട് ചെയ്യുമ്പോഴേ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ അരി വറുത്ത് വെച്ചിട്ടില്ലേനു. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി മുമ്പ് ആദ്യം അരി വറുത്ത് സെറ്റ് ആക്കിനു. ഞാൻ ഇത് നമ്മളെ പൊടികളൊക്കെ നോക്ക്
ഒക്കെ റെഡിയാക്കി ഇതൊക്കെ ചതച്ച് വെച്ച് അപ്പോഴാണ് അരി മറന്നത്. അപ്പൊ വേഗം നമുക്ക് അതൊന്ന് തണുത്തിട്ടുമ്പോഴേക്കും അരി വറുത്തെടുക്കാം. ഇതെല്ലാം കൂടെ ഇത് കൊള്ളുമെന്നറിയില്ല. ഇത് കുറച്ചിട്ടിട്ട് ഇതൊന്ന് വറുത്തിട്ട് ബാക്കി വറുത്തിട്ട് അരി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വടുക ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചാൽ. പിന്നെ അരി വറുത്ത് പൊടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ വറുത്തെടുക്കാണ്. ഇത് നല്ല പൊടിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഇതാ അരി വറുത്ത് പൊടിച്ചു കഴിഞ്ഞ് നല്ല ചൂടുണ്ട്. നേരെ മിക്സിയിൽ തപ്പത്തിനുണ്ട് പൊടിച്ചെടുത്താണ്. ഇനി നമുക്കിതാ നമ്മളെ ചുണ്ടക്കായ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഓവർ അരക്കരുത്. മിക്സിയിലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചതച്ചെടുക്കുക. അത് ഓവർ ഇടാൻ പറ്റില്ല. ആവശ്യത്തിന് ഇട്ടിട്ട് അങ്ങനെ ചതച്ചെടുക്കാം. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ഇനി നമ്മളെ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സ്പൂണെ കയ്യിലേറ്റ് വെച്ചിട്ട് തട്ടിയിടണം. നേരിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കാന്താരിമുളകൊക്കെ നല്ല അരഞ്ഞതുകൊണ്ടേ കൈയൊക്കെ പുകഞ്ഞു. ഇത് ഈ ഒരു പാകം മതി. അതെല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞ് ഇത്രയും ഉണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ട് പിന്നെ നമ്മളിതാ വെളുത്തുള്ളി ചെറിയുള്ളിയും ചതച്ച് വെച്ചില്ലേ അതിട്ട് ഇനി നല്ലത് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ട് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പൊ നല്ലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഇതുവരെ ഗ്ലൗസ് ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ നല്ല പുകച്ചിലേക്കും. നമ്മളെ കാന്താരിമുളക് നല്ല ഇതിൽ അരഞ്ഞ് മിക്സ് ആയതുകൊണ്ടേ. ഇങ്ങനെ നല്ല മിക്സ് ചെയ്യാം. ഇനി നല്ലതായിട്ട് നമുക്ക് ഉപ്പിന്റെ രുചി നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിനി പൊടിയുപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതാ ഇതുപോലെ നല്ല മിക്സ് ചെയ്യണം. ഈ സമയത്ത് ചിലതൊന്നും നമ്മൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒന്നുകൂടെ ഉടച്ചു കൊടുക്കട്ടെ. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് കറക്റ്റ് ഉരുളായി കിട്ടൂല. നല്ല മിക്സ് ചെയ്താലേ നമുക്ക് ഉപ്പിന്റെ കാര്യം അറിയുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയിട്ട് നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ആക്കി റെഡിയാക്കി ഇനി നമ്മൾ ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പാകത്തിന് ഇട്ടാൽ മതി. നമുക്ക് ഇത് വടുക ഉരുട്ടിയിട്ട് ഉണ്ടാക്കാം. ഉരുട്ടാൻ പാകത്തിനാക്കിയിട്ടുള്ള അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ നോക്കണം, നമ്മളൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് അരിപ്പൊടി ഇതുപോലെ നല്ല മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കുക. എന്നിട്ട് റെഡി ആവുന്ന ലെവലിലാക്കിയിട്ട് അല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ വെള്ളമൊക്കെ കൂടിപ്പോയാൽ ഇങ്ങനെ ഈ സമയത്താണ് നമുക്ക് ഉരുട്ടുമ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം വരിക. അപ്പൊ അതൊക്കെ കറക്റ്റ് ആക്കി എടുത്താലേ നമുക്ക് വടുക ആയി കിട്ടുള്ളൂ കറക്റ്റ്. അപ്പൊ നമ്മൾ വടുക ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നല്ല മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോളാണ് മിക്സ് ചെയ്തത്. അപ്പൊ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അവള് പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇതിനെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ തളികയിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതെ വെക്കാനാണ്. ബാക്കി അരിപ്പൊടി വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ എടുക്കും ചെയ്യാം കേട്ടോ. അതാ എടുത്തിട്ടേ ഉരുട്ടട്ടെ. ചെറുത് മതി എന്ന് അറിയും കുഞ്ഞോള്. നമുക്ക് ഇങ്ങനെ മഴക്കാരൊക്കെ മൂടിയിരിക്കുന്നതുകൊണ്ട് അധികം വലുപ്പാക്കി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതാ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി സെറ്റായി പോരെ. ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ചെറുതാക്കണോ? അടുത്തത് നമ്മള് കുറച്ചുകൂടെ ചെറുതായിട്ട് എടുക്കുന്നത്. നമ്മള് വടികയൊക്കെ ആയി കഴിയുമ്പോഴേ പൊരിച്ചെടുക്കലല്ലേ, അപ്പോഴും ചെറുതാണ് നല്ലത്. വലിപ്പം കൂടി കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. അടുത്ത ഈ ഒരു വലിപ്പം മതി അല്ലേ? ഇതാ കറക്റ്റ്. അല്ല ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോ ചെറുതും വലുതൊക്കെ മിക്സ് ആയി വരും കേട്ടോ. ഇപ്പൊ കുറച്ച് കാലാവസ്ഥ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് മഴ ചാറാൻ വന്നതാ. ഇതാ കറക്റ്റ് നോക്ക്. ഇപ്പൊ കറക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അങ്ങനെ പഠിച്ചു വരാന്ന്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കുഞ്ഞാത്തായിട്ടൊക്കെ ചെയ്തു തന്നത്. പിന്നെ ഞാനിങ്ങനെ കൊടുന്ന് ഇങ്ങനെ തുടങ്ങി. അങ്ങനെ ഇതിന്റെ ഒരു പ്ലാനാണ്. നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം. സക്സസ് ആയാലും നമുക്ക് വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെഡിയായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അടുപ്പിന്റെ മുകളിൽ നിരത്തി വെച്ച് ഉണക്കി എടുക്കാം. അപ്പൊ നല്ല വെയിലൊക്കെ ആണെങ്കിൽ 1-2 വെയിൽ കിട്ടിയാൽ തന്നെ വേഗം സെറ്റായി കിട്ടും. അപ്പൊ 2 തളികയിൽ ഫുള്ളായിട്ട് ഇതാ ഞാൻ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ കുറച്ചും കൂടെ ഉണ്ട്. അത് കുഞ്ഞോള് സെറ്റ് ആയിക്കോളും. ഇത് കണ്ടത് പല വലുപ്പമാണ്, എന്നാലും ഇപ്പൊ ഏകദേശം ഒരുപോലെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയാണ്. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ ലെവൽ തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും. അപ്പൊ ചെറിയൊരു വെളിച്ചം കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളത് വേഗം വെയിലത്ത് വെക്കാം. ഒന്ന് മഴ ചാറി പിന്നെ ഇപ്പൊ ഒരു ചെറിയൊരു വെളിച്ചം വന്നാണ് കേട്ടോ. പറ്റുന്നത്ര ഒന്ന് ഉണങ്ങി കിട്ടിക്കോട്ടെ.
ബാക്കി ഇതാ കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. ഇനി കുഞ്ഞോക്ക് ചെയ്യാനുള്ളതാ, കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കുഞ്ഞോളെ. ഇതാ ഇത്ര ഉരുട്ടി വെച്ചിരിക്കുന്നത്, ബാക്കിയും കൂടെ ഉള്ളൂ. വേഗം സെറ്റ് ആയിക്കോ. അപ്പൊ എന്നാ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ പോയി ഇന്റെ പണി എടുക്കട്ടെ, ബാക്കിയുള്ളത് കുഞ്ഞോളം സെറ്റ് ആയിക്കോളും. അപ്പൊ പറ്റുന്ന എല്ലാവരും വടക ഉണ്ടാക്കണം. ഇനി ഞാൻ പറയില്ല, എന്താ വെച്ചാൽ പണി ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല വെയിലൊക്കെ വരികയാണെങ്കിൽ കിട്ടുന്നവർ വേഗം ഉണ്ടാക്കിക്കോളി. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്.